ക്വസ്റ്റ്യൻ നോക്കണേ. ക്വസ്റ്റ്യൻ ഇതാണ്. ദ പവർ ഓഫ് എ ലെൻസ് ഈസ് റിലേറ്റഡ് ടു ദ എബിലിറ്റി ടു കൺവേർജ് ഓർ ഡൈവേഴ്സ് ലൈറ്റ് റേസ് ഇൻസിഡന്റ് ഓൺ ഇറ്റ്. സോ നമ്മുടെ കണ്ണിന്റെ പവർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? അവിടെ കണ്ണിലേക്ക് വരുന്ന ലൈറ്റ് റേസിനെ കൺവേർജ് ചെയ്യിപ്പിക്കാനോ അല്ലെങ്കിൽ ഡൈവേർജ് ചെയ്യിപ്പിക്കാനുള്ള കണ്ണിന്റെ കഴിവിനെയാണ് കണ്ണിന്റെ പവർ എന്ന് വിളിക്കുന്നത്. ഇവിടെ ക്വസ്റ്റ്യൻ അതൊന്നും അല്ല. ചോദ്യം ഇതാണ്: കാൽക്കുലേറ്റ് ദ പവർ ഓഫ് എ കോൺകേവ് ലെൻസ് ഓഫ് ഫോക്കൽ ലെങ്ത് 50 സെന്റിമീറ്റർ. ഫോക്കൽ ലെങ്ത് 50 സെന്റിമീറ്റർ ആയിട്ടുള്ള ഈ കണ്ണിന്റെ പവർ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ സിമ്പിൾ ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? 50 സെന്റിമീറ്റർ ഫോക്കസ് ദൂരമുള്ള കോൺകേവ് ലെൻസിന്റെ പവർ ആണ് കണക്കാക്കേണ്ടത്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നറിയോ? കോൺകേവ് ലെൻസ് ആണെങ്കിൽ, ഏത് ലെൻസാ? കോൺകേവ് ലെൻസ് ആണെങ്കിൽ ഇവിടെ പവറും ഫോക്കൽ ലെങ്തും നെഗറ്റീവ് ആയിരിക്കണം. എന്തായിരിക്കണം? നെഗറ്റീവ് ആയിരിക്കണം. അപ്പൊ ചോദ്യത്തിൽ ഒരു ചെറിയ മാറ്റം വരുത്തണം. കോൺകേവ് ലെൻസ് ആയതുകൊണ്ട് ഫോക്കൽ ലെങ്ത് -50 ആയിരിക്കും തന്നിട്ടുണ്ടാവുക. ഓക്കെ അല്ലേ? ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നറിയോ? നമുക്ക് പവർ ആണ് കാണേണ്ടത്. പവർ കാണാനുള്ള ഇക്വേഷൻ അവിടെ തലയിൽ ഉറപ്പിച്ചു വെക്കാം. അത് 1/, ഫോക്കൽ ലെങ്ത് ആണ്, അല്ലെങ്കിൽ 1/, ഫോക്കൽ ദൂരമാണ്. സോ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ മക്കളെ. നിങ്ങൾ ഫോക്കസ് ദൂരത്തിന്റെ റെസിപ്രോക്കൽ എടുത്താൽ, അല്ലെങ്കിൽ ഫോക്കൽ ലെങ്തിന്റെ റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പവർ കണ്ടുപിടിക്കാം. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് മീറ്ററിലായിരിക്കണം. എഫ് ഏതിലായിരിക്കണം? എഫ് മീറ്ററിലായിരിക്കണം. അപ്പൊ നമ്മൾ ഇവിടെ 50 സെന്റിമീറ്റർ -50 സെന്റിമീറ്റർ തന്നിട്ടുള്ള ഫോക്കൽ ലെങ്തിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പൊ എന്താ കിട്ടുക? ഫോക്കൽ ലെങ്ത് 50 സെന്റിമീറ്റർ -50 സെന്റിമീറ്റർ ആണ്. -50 സെന്റിമീറ്റർ മീറ്ററിലേക്ക് മാറ്റാൻ വേണ്ടി നമ്മൾ -50 ഡിവൈഡഡ് ബൈ 100 എടുത്തു എന്ന് പറഞ്ഞാല് -0.5 മീറ്റർ ആണ് ഇവിടെ ഫോക്കൽ ലെങ്ത്. ഇനി ഡയറക്റ്റ് ആയിട്ട് പവർ കാണാം. എന്താ കാണണ്ടേ? 1/, ഫോക്കൽ ലെങ്ത് എടുക്കുക എന്ന് പറഞ്ഞാല് 1 ഡിവൈഡഡ് ബൈ -0.5 ആണ്. ദാറ്റ് ഈസ് -1 ഡിവൈഡഡ് ബൈ 0.5 ആണ്. ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് ആൻസർ കിട്ടും -2 ഡയോപ്റ്റർ ആണ് ഇവിടെയുള്ള പവർ. സോ സിമ്പിൾ പരിപാടിയാണ്. -1 ഡിവൈഡഡ് ബൈ 0.5. ഇനി ചെയ്യാൻ അറിയാത്ത സംശയമുള്ള ആളുകളാണെങ്കിൽ ഇതാ ഇങ്ങനെ മാറ്റി എഴുതിയാൽ മതി. -1 ഡിവൈഡഡ് ബൈ 0.5 നമ്മൾ മാറ്റി എഴുതുന്നു, 0.5 നമ്മൾ മാറ്റി എഴുതി, 5 ഡിവൈഡഡ് ബൈ 10 എന്ന് മാറ്റി എഴുതി. അങ്ങനെ മാറ്റി എഴുതി കഴിഞ്ഞാൽ -1 ഡിവൈഡഡ് ബൈ 5 ഡിവൈഡഡ് ബൈ 10 എന്ന് കിട്ടും. ഇനി ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടെ ഈ 10 താ മുകളിലോട്ടേക്ക് കയറും. 10 മുകളിലോട്ടേക്ക് കയറി കഴിഞ്ഞാൽ ഇക്വേഷൻ മാറും. നമുക്ക് കിട്ടും -10 ഡിവൈഡഡ് ബൈ 5 ആണ് എന്ന് പറഞ്ഞാല് -2 ഡയോപ്റ്റർ ആണ് പവർ എന്ന് നമുക്ക് ആൻസർ കിട്ടും. സിമ്പിൾ അല്ലേ? എളുപ്പ പരിപാടിയല്ലേ? സോ ഓർത്തിട്ട് വെക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. പവർ കണ്ടുപിടിക്കണം. എവിടെ നിന്നും? ഫോക്കൽ ലെങ്ത്തിൽ നിന്നും പവർ കാണണം. പക്ഷെ ഫോക്കൽ ലെങ്ത് സെന്റിമീറ്ററിലാണ് തന്നത്. ആ സെന്റിമീറ്ററിൽ തന്നിട്ടുള്ള ആളെ നമ്മൾ ആദ്യം മീറ്ററിലേക്ക് മാറ്റണം. മീറ്ററിലേക്ക് മാറ്റിയതിനു ശേഷം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, ആൻസറിലേക്ക് എത്തുന്നു. ബൈ.